പുരുഷന്മാരുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റളിൽ ലോകത്തിലെ മികച്ച പിസ്റ്റൾ ഷൂട്ടറായിരുന്നു ഹംഗേറിയൻ ആർമിയിലെ കരോലി ടക്കാസ്. നിരവധി ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 1940കളിലെ ഒളിമ്പിക്സിന് വേണ്ടി അദ്ദേഹം കടുത്ത പരിശീലനത്തിലായിരുന്നു. രാജ്യത്തിനു വേണ്ടി സ്വർണം നേടുമെന്ന് കരോലി ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ 1938 നടന്ന ഒരു സൈനിക പരിശീലനത്തിനിടെ നിർഭാഗ്യവശാൽ കരോലിക്ക് തന്റെ വലതു കൈ നഷ്ടമായി. മാസങ്ങളോളം അയാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരുടെയും സഹതാപ വാക്കുകൾ കേട്ട് മടുത്ത കരോലി തീരുമാനിക്കുന്നു, ഇനി തനിക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. കാരണം ആരോഗ്യമുള്ള ഒരു ഇടത്ത് കൈ തനിക്കുണ്ട്. ഇടത്ത് കൈ കൊണ്ട് എങ്ങനെ പരിശീലനം നേടാം, എങ്ങനെ നാടിനു വേണ്ടി മത്സരിക്കാം, എങ്ങനെ നാടിനു വേണ്ടി സ്വർണം നേടാം, ഇതായിരുന്നു കരോലിയുടെ പിന്നീടുള്ള ചിന്തകളിൽ അത്രയും. ഹോസ്പിറ്റൽ വിട്ടതിനു ശേഷം കരോലി ആരും അറിയാതെ പിസ്റ്റൾ ഷൂട്ടിംഗ് പരിശീലനം ആരംഭിച്ചു. 1939 നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കരോലി പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ച് മറ്റൊരു ഷൂട്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് ഈ ഒറ്റക്കൈയുമായി വരാൻ കാണിച്ച നിങ്ങളുടെ മനോധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാം വിധിയാണെന്ന് കരുതുക. പക്ഷെ കരോലി അയാളുടെ മുഖത്ത് നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ വന്നത് മത്സരം കാണാനല്ല, മത്സരിക്കാനാണ്. കേട്ടുനിന്നവരെല്ലാം അത്ഭുതത്തോടെ അയാളെ നോക്കി. അതിലധികം അമ്പരപ്പോടെ അവരെല്ലാം അയാളെ വീക്ഷിച്ചത് ഇടത് കൈകൊണ്ടാണ് അവിടെ കരോലി വിജയം കൈവരിച്ചത് എന്നുള്ളതായിരുന്നു. 1940-44 കാലഘട്ടങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം ഒളിമ്പിക്സ് റദ്ദാക്കിയിരുന്നു. 1948 ഒളിമ്പിക്സിൽ കരോലി പങ്കെടുക്കുകയും രാജ്യത്തിനു വേണ്ടി സ്വർണം നേടുകയും ചെയ്തു. 1952 ഒളിമ്പിക്സിലും അദ്ദേഹം തന്നെ വിജയം കൈവരിച്ചു. ഇവിടെ കരോലിയുടെ വിജയത്തിന് കാരണമായത് എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിലെ ഉറച്ച തീരുമാനവും അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങളും പിന്നെ താൻ വിജയിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സും. തോൽവിയെ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസിൽ നിന്നാവാം, അല്ലെങ്കിൽ തോൽക്കാതിരിക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ ഇത്രയും പോരാ എന്ന ഒരു തോട്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടാവാം. ഈ രണ്ട് കാരണങ്ങളിൽ നിന്നാവാം നിങ്ങൾ തോൽവിയെ ഭയപ്പെടുന്നത്. തോൽക്കാതിരിക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ തീക്ഷ്ണമാക്കുക. തോൽവി ഒരിക്കലും വിജയത്തിൻ്റെ മറുവശമല്ല, വിജയത്തിൻ്റെ പാർട്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് വേണം വിജയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങാൻ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം മാത്രം മതി. ബാക്കി എല്ലാ പരിശീലനങ്ങളും നിങ്ങൾക്ക് സ്വയം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. തോറ്റു കഴിഞ്ഞാൽ പിന്നെ വിജയത്തിലേക്ക് അധികം ദൂരമില്ല എന്നാണ് അർത്ഥം. അത് മറക്കാതിരിക്കുക. തോൽവിയെ ഭയപ്പെടാതെ വിജയത്തിലേക്ക് കുതിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക.